നമസ്കാരം. ഹിസ്റ്ററി മെയിൻ വിഷയമായി എടുത്ത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ യൂട്യൂബ് ചാനൽ. സിവിൽ സർവീസ്, PSC, മറ്റു പരീക്ഷകൾ എന്നിവയ്ക്ക് ഹിസ്റ്ററി ഓപ്ഷണലായി തിരഞ്ഞെടുത്തവർക്ക് സിലബസിലെ ഓരോ ഭാഗവും വളരെ ലളിതവും വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന വീഡിയോകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ സ്റ്റഡീസ് എളുപ്പമാക്കാൻ ഈ വീഡിയോകൾ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സംശയങ്ങൾ കമൻറ്റിൽ ചോദിക്കുകയും ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററിയാണ്. ഒരു ചരിത്ര നിർമ്മിതിക്ക് ചരിത്രകാരന്മാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സോഴ്സസിനെയാണ്. കാരണം കഴിഞ്ഞു പോയ സംഭവങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ നാം എങ്ങനെ ഈ സോഴ്സസിനെ അഥവാ തെളിവുകളെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, വ്യാഖ്യാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. പ്രധാനമായും രണ്ട് തരത്തിലുള്ള സോഴ്സസ് ആണുള്ളത്. ഒന്ന് ലിറ്റററി സോഴ്സസും മറ്റൊന്ന് ആർക്കിയോളജിക്കൽ സോഴ്സസും. ഇനി എന്താണ് ലിറ്റററി സോഴ്സസ് എന്ന് നോക്കാം. ഏതൊക്കെയാണ് ലിറ്റററി സോഴ്സസിൻ്റെ പരിധിയിൽ വരുന്നത്? ലിറ്റററി സോഴ്സസിൽ എല്ലാ തരത്തിലുള്ള എഴുതപ്പെട്ടതും വാമൊഴിയായി പകർന്നതുമായ എല്ലാ തരം ഗ്രന്ഥങ്ങളും ലിറ്റററി സോഴ്സസ് ആണ്. അതായത് ആ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് തന്നെ എഴുതപ്പെട്ട രേഖകളാവാം, അതല്ല എങ്കിൽ അന്ന് നടന്ന കാര്യങ്ങൾ വാമൊഴിയായി പകർന്ന് പിന്നീട് രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളും ലിറ്റററി സോഴ്സസിൻ്റെ പരിധിയിൽ വരുന്നു. മറ്റൊന്ന് മതപരവും മതേതരവുമായ രചനകൾ, അതേപോലെ വിദേശികളുടെ വിവരണങ്ങൾ, ട്രാവലോഗുകൾ, മാനുസ്ക്രിപ്റ്റ്സ്, ഈ ലിഖിതങ്ങളിലോ ഇൻസ്ക്രിപ്ഷനിലോ നാണയങ്ങളിലോ കൊത്തിവെച്ചിട്ടുള്ള എഴുത്തുകൾ, ഇതൊക്കെ ലിറ്റററി സോഴ്സിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്താണെന്ന് നോക്കാം. ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത് ഈ പഴയകാല സംഭവങ്ങൾ, നടന്നുപോയ സംഭവങ്ങളെപ്പറ്റി മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള നമുക്ക് ദൃശ്യമായ, നമുക്ക് സ്പർശിക്കാവുന്നതായ അവശിഷ്ടങ്ങൾ, അതേപോലെ തന്നെ സ്മാരകങ്ങൾ, ഉപകരണങ്ങൾ, ആ കാലഘട്ടത്തിലെ നിർമ്മിതികൾ, ഇൻസ്ക്രിപ്ഷൻസ്, രാജാക്കന്മാരും മറ്റും പുറപ്പെടുവിച്ചിരിക്കുന്ന വിളംബരങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻസുകൾ, ശാസനങ്ങൾ, അതേപോലെ തന്നെ കോയിൻസ്, പിന്നെ ഖനനത്തിലൂടെ എക്സ്കവേഷനിലൂടെയൊക്കെ കണ്ടെത്തിയിരിക്കുന്ന അവശിഷ്ടങ്ങൾ, ഇവയൊക്കെ ഈ ആർക്കിയോളജിക്കൽ സോഴ്സസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഇൻസ്ക്രിപ്ഷൻസും കോയിൻസും ഈ രണ്ട് സോഴ്സിൻ്റെയും രണ്ട് വിഭാഗത്തിലും ഉൾപ്പെടാം. ഉദാഹരണത്തിന് ഈ ഇൻസ്ക്രിപ്ഷൻസിലും കോയിൻസിലും എഴുതിയിരിക്കുന്ന എഴുത്തുകൾ, അതിലെ എഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ലിറ്റററി സോഴ്സസ് ആയും, എന്നാൽ അതൊരു ഫിസിക്കൽ റിമെയിൻസ് ആയതുകൊണ്ട് തന്നെ അതിനെ ആർക്കിയോളജിക്കൽ സോഴ്സസ് ആയും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഈ ലിറ്റററി സോഴ്സസും ആർക്കിയോളജിക്കൽ സോഴ്സസും അത് ചരിത്ര നിർമ്മിതിക്ക് വളരെ പ്രയോജനം നൽകുന്നതും, എന്നാൽ അതേപോലെ തന്നെ ഇതിന് കുറേയധികം പരിമിതികളുമുണ്ട്. ഈ ലിറ്റററി സോഴ്സസിനെയോ ആർക്കിയോളജിക്കൽ സോഴ്സസിനെ പൂർണ്ണമായും അല്ലെങ്കിൽ അപ്പാടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിലേതെങ്കിലും ഒന്നാണ് വളരെ പ്രാധാന്യം എന്ന് വിശ്വസിക്കാനും പറ്റില്ല. ഇതിനെ രണ്ടിനെയും കൂട്ടിച്ചേർത്ത് പരിശോധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ക്രോസ് ചെക്കിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും സമ്പൂർണവും വിശ്വസനീയമായ ഒരു ചിത്രം പഴയ കാലത്തിനെ പറ്റി നമുക്ക് ലഭിക്കും. എന്നാൽ ലിറ്റററി സോഴ്സസും അതേപോലെ ആർക്കിയോളജിക്കൽ സോഴ്സസും അതിൻ്റെ സ്വഭാവത്തിൽ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഒന്നിച്ച് ചേർത്ത് നമുക്കതിനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് അതിനും പരിമിതിയുണ്ട്. ഇന്ത്യയുടെ പുരാതന ചരിത്ര നിർമ്മിതിയിൽ ലിറ്റററി സോഴ്സസ് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലിറ്റററി സോഴ്സസ് എന്ന് നോക്കാം. ഇന്ത്യൻ ലിറ്റററി സോഴ്സസിനെ പൊതുവെ റിലീജിയസ് ആൻഡ് സെക്യുലർ ടെക്സ്റ്റ് എന്നിങ്ങനെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു വിഭജനം, റിലീജിയസ് ആൻഡ് സെക്യുലർ എന്നുള്ള വിഭജനം പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിലീജിയൻ എന്നത് ഒരു ഇംഗ്ലീഷ് പദമാണ്. എന്നാൽ നമ്മൾ അതിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടേം എന്ന് പറയുന്നത് ധർമ്മ എന്നാണ്. കേവലം വാക്കുകളിൽ മാത്രമല്ല വ്യത്യാസമുണ്ടായിരുന്നത്, ഈ രണ്ട് പദത്തിൻ്റെ അർത്ഥം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം. റിലീജിയൻ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന് നമുക്ക് നൽകാവുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഇത് വിശ്വാസത്തിനും ആചാരത്തിനും പ്രാധാന്യം നൽകുന്ന ഒന്നാണ് റിലീജിയൻ. ഒപ്പം തന്നെ അതിൽ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവാം. ഒപ്പം തന്നെ അതൊരു കുറച്ചുകൂടി റിജിഡ് ആയിരിക്കാം. മാത്രമല്ല അതിനൊരു പ്രത്യേക റിലീജിയസ് ഐഡൻറ്റിറ്റി ഉണ്ട്. നിങ്ങൾക്ക് തന്നെ റിലീജിയൻ എന്നൊരു പദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഓരോ റിലീജിയസ് സെക്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ റിലീജിയനുമായി റിലേറ്റഡ് ആയിട്ട് ചില സിമ്പലുകളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരാം. അതേപോലെ തന്നെ ഇതിന് ഈ വിശ്വാസങ്ങൾക്കിടയിൽ കൃത്യമായിട്ടുള്ള അതിർവരമ്പുകളുണ്ട്. ഓരോ റിലീജിയനും എന്താണ് എങ്ങനെയാണെന്നുള്ള കൃത്യ അതിർവരമ്പുകളുണ്ട്. അപ്പോൾ റിലീജിയൻ എന്ന പദം വരുമ്പോൾ തന്നെ നമുക്കൊരു ആ ഒരു കമ്മ്യൂണിറ്റി പോലും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നു. എന്നാൽ പുരാതന കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു അർത്ഥം ഉൾക്കൊള്ളുന്ന രീതിയിലായിരുന്നില്ല ധർമ്മ എന്ന പദം ഉപയോഗിച്ചിരുന്നത്. ധർമ്മ എന്നൊരു സാൻസ്ക്രിറ്റ് ടേമാണ്. ധർമ്മ എന്ന് പറഞ്ഞാൽ ഒരു പറ്റം അല്ലെങ്കിൽ ഒരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങളും സാമൂഹ്യ ആചാരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ധർമ്മ. അതേപോലെ തന്നെ ആരാധന രൂപങ്ങളും വസ്തുക്കളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഈ ഫിലോസഫിക്കൽ ഐഡിയാസ് ഒക്കെ ഉള്ളതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സമ്പൂർണ്ണ ജീവിത രീതിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ധർമ്മ. അതുകൊണ്ട് തന്നെ അതിനൊരു നിശ്ചിത അതിർവരമ്പുകളൊന്നും ഇല്ലാത്ത ഒന്നായിരുന്നു ധർമ്മം. പുരാതന ഇന്ത്യക്കാർ മതപരവും മതേതരവും അല്ലെങ്കിൽ റിലീജിയസും സെക്യുലറും എന്നീ മേഖലകളെ വേർതിരിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അന്ന് കിട്ടിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് റിലീജിയസ് ടെക്സ്റ്റ് ആണ് എന്നും ഇത് സെക്യുലർ ടെക്സ്റ്റ് ആണ് എന്ന് വേർതിരിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അന്ന് അവരുടെ ജീവിതത്തിൽ ഇതും രണ്ടും രണ്ടാണെന്നുള്ള രീതിയിൽ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മിക്ക ഇന്ത്യൻ പുരാതന ഗ്രന്ഥങ്ങളിലും ഈ രണ്ടു തരം ഉള്ളടക്കങ്ങളും ഇങ്ങനെ ഇഴചേർന്ന് കാണപ്പെടും. നമ്മൾ പറയില്ല, അതിനെ ഒരു രണ്ടും ഇന്റർ കണക്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്നു. ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, ഓരോ ഗ്രന്ഥവും അത് നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രമാണ് ഉൾക്കൊള്ളുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ലിറ്റററി സോഴ്സസ് എന്ന് പറയുന്നത് അത് എഴുതപ്പെട്ട കാലഘട്ടം തന്നെ ആവണമെന്നില്ല. പകരം ആ സംഭവം നടന്ന കാലഘട്ടത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള രചനകളാണ് മിക്കവാറും എല്ലാ ലിറ്റററി ഗ്രന്ഥങ്ങളിലും. മാത്രവുമല്ല, ഈ ഗ്രന്ഥങ്ങൾ പലതും വായനക്കാർക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടതല്ല, കേവലം വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടല്ല, പകരം അന്നത്തെ കാലത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണ്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, പൂജകൾ മറ്റും ചെയ്യുന്നതിനെ പറ്റി അല്ലെങ്കിൽ യാഗങ്ങൾ നടത്തുന്ന സമയത്ത് ചൊല്ലേണ്ട വാക്കുകളെ പറ്റിയോ അല്ലെങ്കിൽ ചൊല്ലേണ്ട ഗീതങ്ങളെ പറ്റിയൊക്കെ എഴുതിയിരിക്കുന്നതാണ്. അത് ചൊല്ലാനും കേൾക്കാനും അവതരിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് എഴുതപ്പെട്ടതാണ് ആ രേഖകൾ. ഈ എഴുതപ്പെട്ട രേഖകളായി ഇവ ഓരോന്നും എഴുതപ്പെടുന്നതിന് മുൻപേ തന്നെ ഇത് വാമൊഴികളായി പല തലമുറകളായി കൈമാറി വന്ന് പിന്നീട് ഒരിക്കൽ അത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങൾ നൽകുന്ന പഴയകാല ചരിത്രം വളരെ സങ്കീർണമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ലളിതമായ ഒരു രേഖയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു മുദ്ര പേറുന്ന ഒരു പ്രധാനപ്പെട്ട സോഴ്സസ് ആയിട്ടാണ് നമ്മൾ ഈ ലിറ്റററി സോഴ്സിനെ കാണുന്നത്. ലിറ്റററി സോഴ്സ്, ഇന്ത്യയുടെ ലിറ്റററി സോഴ്സസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിന് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആദ്യത്തെ ലിറ്റററി സോഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കേണ്ടത് വേദിക് ലിറ്ററേച്ചറിനെ പറ്റിയാണ്. വേദിക് ലിറ്ററേച്ചർ രണ്ട് തരത്തിലാണ് വേദിക് ലിറ്ററേച്ചറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ശ്രുതി എന്നും മറ്റൊന്ന് സ്മൃതി എന്നും. അപ്പം ഇന്ത്യയുടെ പുരാതന ചരിത്ര നിർമ്മിതിയിൽ
ലിറ്റററി സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വേദിക് ലിറ്ററേച്ചറാണ്. ആ വേദിക് ലിറ്ററേച്ചറിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ശ്രുതി എന്നും സ്മൃതി എന്നും. ഇനി എന്താണ് ശ്രുതി എന്ന് നോക്കാം. ശ്രുതി എന്ന് പറയുന്നത് കേട്ടത് എന്ന അർത്ഥത്തിലാണ് അതിനെ ശ്രുതി എന്ന് പറയുന്നത്. സ്മൃതി എന്ന് പറഞ്ഞാൽ അത് ഓർമ്മിക്കപ്പെട്ടത് എന്നുള്ള രീതി, ദാറ്റ് വിച്ച് ഈസ് റിമെമ്പേർഡ് എന്നുള്ള രീതി. ആദ്യം നമുക്ക് ശ്രുതി എന്താണെന്ന് നോക്കാം. ശ്രുതി എന്നത് അത് കേട്ടത് എന്നർത്ഥമാണ് എങ്കിൽ അത് ധ്യാനത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയൊക്കെ സന്യാസിമാർ, ഋഷിമാർ കേട്ട ദിവ്യമായ അറിവ് എന്ന രീതിയിലാണ്. അതെല്ലാവർക്കും ലഭ്യമായ അറിവല്ല, പകരം സന്യാസിമാർക്ക് വെളിപ്പെട്ട അറിവുകൾ, ഒരു ഡിവൈൻ റെവലേഷൻ, വെളിപാട് ഉണ്ടാവുക എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഋഷിമാർക്ക് അവരുടെ പ്രാർത്ഥനാ സമയത്ത് ദൈവം അവരുടെ ഉള്ളിൽ തോന്നിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടോ അവർക്ക് നൽകിയിരിക്കുന്ന അറിവുകൾ, അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ശ്രുതി എന്ന് പറയുന്നത്. അത്തരത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് 4 വേദങ്ങൾ: ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. മറ്റൊന്ന് ഈ ഗാനങ്ങളുടെ സമാഹാരം, അതല്ലെങ്കിൽ സംഹിതകൾ എന്നൊക്കെ പറയും. മറ്റൊന്ന് ബ്രാഹ്മണ ടെക്സ്റ്റുകൾ. ഈ വനങ്ങളിൽ പഠിക്കുന്ന ചില ഗ്രന്ഥങ്ങളുണ്ട്, അതിന് ആരണ്യകാസ് എന്ന് പറയും. ഉപനിഷത്തുകൾ. ഇതൊക്കെ ശ്രുതി എന്ന് പറയുന്ന വേദിക് ലിറ്ററേച്ചറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഇനി സ്മൃതി എന്താണെന്ന് നോക്കാം. സ്മൃതി എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന്മാർ രചിച്ചതും തലമുറകളായി ഇങ്ങനെ ഓർമ്മയിലൂടെ കൈമാറി വന്നിരിക്കുന്ന ഗ്രന്ഥങ്ങളുമൊക്കെയാണ്. അതിൽ വേദാംഗങ്ങളുണ്ട്, അത് സഹായ ശാസ്ത്രമായിട്ട് അല്ലെ സഹായ ഗ്രന്ഥങ്ങളായിട്ട് നിൽക്കുന്നത്. പുരാണാസുണ്ട്, ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ധർമ്മശാസ്ത്രാസുണ്ട്, നീതിശാസ്ത്രങ്ങളുണ്ട്. ഇതൊക്കെ സ്മൃതി എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നു. ഇനി നമുക്ക് വേദിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ആദ്യം എന്താണ് വേദ എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. വാട്ട് ഈസ് വേദ? വേദ എന്നതൊരു സാൻസ്ക്രിറ്റ് പദമാണ്. സാൻസ്ക്രിറ്റ് പദമായ വിത്ത് എന്ന പദത്തിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ അർത്ഥം ടു നോ, അറിയുക എന്നതാണ്. അത് പവിത്രമായ അറിവോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിപാടോടുകൂടി കണക്കാക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് അതിനെ നമ്മൾ ശ്രുതി എന്ന് പറയുന്നത്. ദൈവം നേരിട്ട് നൽകിയിരിക്കുന്ന അറിവാവാം, അതുകൊണ്ടാണ് അതിനെ ശ്രുതി. ഇതൊരു ഡിവൈൻ റെവലേഷനാണ് ഈ വേദ അല്ലെങ്കിൽ വിത്ത് അല്ലെങ്കിൽ ശ്രുതി. നേരത്തെ പറഞ്ഞതുപോലെ 4 വേദങ്ങളാണുള്ളത്. വിവിധ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗാനങ്ങളുടെ സമാഹാരമാണ് ഈ സംഹിതകൾ എന്ന് പറയുന്നത്. അപ്പം അതിൽ ആദ്യത്തേത് ഋഗ്വേദമാണ്. ഋഗ്വേദം എന്ന് പറയുന്നത് സ്തുതിഗീതങ്ങളുടെ ഒരു അറിവ്, വിവിധ ദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സംഗീതങ്ങൾ അല്ലെങ്കിൽ സ്തുതിഗീതങ്ങൾ. രണ്ടാമത്തേത് സാമവേദയാണ്. സംഗീതത്തിൻ്റെയും മന്ത്രം ഉച്ചരിക്കുന്നതിൻ്റെയും ഒക്കെ അറിവ്. ഈ യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ എന്തൊക്കെ മന്ത്രങ്ങളാണ് ഉച്ചരിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള അറിവ് നൽകുന്നതാണ് സാമവേദ. യജുർവേദ എന്ന് പറയുന്നത് യാഗകർമ്മ വിധികളുടെ അറിവ്. യാഗങ്ങൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, ഏതൊക്കെ കാര്യത്തിന് എന്ത് തരത്തിലുള്ള യാഗങ്ങളാണ് നടത്തേണ്ടത്, അത് ഏത് രീതിയിലാണ് നടത്തേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു ഗ്രന്ഥമാണ് യജുർവേദ. അഥർവവേദ എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ആചാരങ്ങളും മന്ത്രങ്ങളുടെയും ഒക്കെ അറിവുകളാണ്. അപ്പോൾ ഈ ഓരോ വേദങ്ങൾക്കും ഓരോ പ്രാധാന്യമാണ്, അല്ലെങ്കിൽ ഓരോ വേദവും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി രചിക്കപ്പെട്ടതാണ്. ആദ്യത്തേത് ഋഗ്വേദം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഋഗ്വേദയുടെ അതിൻ്റെ ഒരു എങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് നോക്കാം. ഈ സംഹിതകളിൽ, സംഹിത എന്ന് പറഞ്ഞിരുന്നല്ലോ, സംഹിത എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഗാനങ്ങളുടെ ഒരു സമാഹാരമാണ്. അതാണ് നമ്മൾ ഋഗ്വേദ യജുർവേദ ഒക്കെ പറഞ്ഞത്. ഈ എല്ലാ സംഹിതകളിൽ വെച്ച് ഏറ്റവും
പഴക്കമുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള സംഹിത അല്ലെങ്കിൽ വേദ എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. ഋഗ്വേദത്തിന് 1028 സ്തുതിഗീതങ്ങളുണ്ട്. അതിനെ 10 മണ്ഡലങ്ങളായിട്ട് അല്ലെങ്കിൽ 10 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അധികമായി 11 ഖിലങ്ങൾ അല്ലെങ്കിൽ അനുബന്ധ ഗീതങ്ങൾ, ഖിലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള അനുബന്ധ ഗീതങ്ങളും കൂടിയുണ്ട്. ഈ 1028 സ്തുതിഗീതങ്ങളെ കൂടാതെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള 11 അനുബന്ധ ഗീതങ്ങളും കൂടി ഉൾപ്പെടുന്നതാണ് ഋഗ്വേദ എന്ന് പറയുന്നത്. ഇനി 10 മണ്ഡലാസ് പറഞ്ഞു. ഈ മണ്ഡലങ്ങളുടെ ഘടന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ 2 മുതൽ ഋഗ്വേദത്തിലെ 10 ബുക്കുകളായിട്ട്, മണ്ഡല എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 10 ബുക്കുകളായിട്ട് 10 ഭാഗങ്ങളായിട്ട് പറയാം. അതിൽ 2 മുതൽ 7 വരെയുള്ളത് കുടുംബ ഗ്രന്ഥങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഓരോന്നും ഓരോ ഋഷി കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ സന്യാസി കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് 2 മുതൽ 7 വരെയുള്ള ഋഗ്വേദത്തിൻ്റെ മണ്ഡലം അല്ലെങ്കിൽ ബുക്ക്. അതേപോലെ തന്നെ ഋഗ്വേദത്തിലെ 1ഉം 10ഉം ബുക്ക് എന്ന് പറയുന്നത് പിന്നീട് കൂട്ടിച്ചേർത്തവയാണ്. അതിലാണ് ഈ 10ാം മണ്ഡലത്തിലാണ് പുരുഷ സൂക്തങ്ങളെ പറ്റി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വർണ്ണാസിൽ ആ വർണ്ണാസിനെ പറ്റിയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ബുക്ക് 10ലാണ്. മണ്ഡലം 9 സോമദേവനെ കുറിച്ച് ഉള്ള ഗാനങ്ങളാണ്, ഡെഡിക്കേറ്റഡ് ടു സോമ. ഇനി ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഋഗ്വേദം എത്രത്തോളം പ്രാധാന്യം എന്നുള്ളത് ഈ 3ാമത്തെ മണ്ഡലത്തിലാണ് ഗായത്രി മന്ത്രം എഴുതിയിരിക്കുന്നത്. എന്നാൽ വിശ്വാമിത്ര മഹർഷി രചിച്ച സൂര്യദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഗായത്രി മന്ത്രം ഉൾക്കൊള്ളുന്നത് ഈ മണ്ഡല 3ലാണ്. അതേപോലെ മണ്ഡല 6ലാണ് അതിലുപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, ഹരിരുപിയ. അതിന് ചരിത്രകാരന്മാർ പറയുന്നത് ഹാരപ്പയോട് സാമ്യമുള്ള ഒരു പദമാണ് എന്ന് പറയുന്നു. മറ്റൊന്ന് മണ്ഡല 7 ഋഗ്വേദത്തിലെ 7ാമത്തെ ബുക്കിൽ ബാറ്റിൽ ഓഫ് 10 കിങ്സ് 10 രാജാക്കന്മാരുടെ യുദ്ധത്തെ പറ്റി ഇതിൽ വിവരിക്കുന്നു. അതെന്താണെന്ന് ഇവിടെ ഇപ്പം ഞാൻ വിവരിക്കുന്നില്ല, കാരണം നമുക്ക് വേദകാലഘട്ടത്തെ കുറിച്ച് വിശദമായിട്ടൊരു ക്ലാസ് പഠിക്കേണ്ടതുണ്ട്. ആ സമയത്ത് ഈ ഋഗ്വേദത്തിൽ എഴുതിയിരിക്കുന്ന അന്നത്തെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക പശ്ചാത്തലത്തെ പറ്റിയൊക്കെ വീണ്ടും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇപ്പം ഓരോ മണ്ഡല അല്ലെങ്കിൽ ബുക്കിലും എന്തൊക്കെ മാറ്ററാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മാത്രം ജസ്റ്റ് ബ്രീഫ് ചെയ്യുന്ന മാത്രം. മറ്റൊന്ന് നമുക്ക് നോക്കേണ്ടത് ഈ ഋഗ്വേദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുരുഷ സൂക്തയെ പറ്റി ബുക്ക് 10ാമത്തെ ബുക്കിൽ അല്ലെങ്കിൽ മണ്ഡലയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഈ സമൂഹത്തെ 4 വർണ്ണങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ടല്ലോ, അത് വിശദീകരിക്കുന്ന ഒന്നാണ് ഈ പുരുഷ സൂക്ത. അതേപോലെ തന്നെ ഋഗ്വേദത്തിലെ പുരോഹിതന്മാരെ ഹോത്രി എന്നാണ് വിളിച്ചിരുന്നത്. ഇതിനർത്ഥം ഹോത്രി എന്ന് പറഞ്ഞാൽ ആഹ്വാനം ചെയ്യുന്നവൻ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ യാഗവേളയിൽ ദേവന്മാരെ ആഹ്വാനം ചെയ്യുന്ന പുരോഹിതൻ, അവരെ പറ്റിയുള്ള ഒരു വിശദീകരണവും നമുക്ക് ഈ ഋഗ്വേദത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന് ഋഗ്വേദത്തിന് ഇന്നത്തെ ആധുനിക ചരിത്രത്തിൽ ലോകത്തിൽ എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഋഗ്വേദത്തെ യുനെസ്കോയുടെ ഒരു മെമ്മറി ഓഫ് വേൾഡ് ലിസ്റ്റിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ലോകത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പൈതൃകങ്ങളിൽ ഒന്നായി ഈ ഋഗ്വേദത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. വേദിക് ലിറ്ററേച്ചറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ശ്രുതി എന്നും സ്മൃതി എന്നും. ഈ ശ്രുതി ടെക്സ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് 4 വേദാസ് ആണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഋഗ്വേദയാണ്. ഏറ്റവും പഴയതും ഏറ്റവും പ്രാധാന്യമേറിയതുമായിട്ടുള്ള വേദിക് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഋഗ്വേദയാണ്. ഗായത്രി മന്ത്രവും പുരുഷ സൂക്തയും ഹോത്രിയും ഇതിനെപ്പറ്റിയൊക്കെ വിശദീകരണം നമുക്ക് ലഭിക്കുന്നതും ഈ
ഋഗ്വേദത്തിൽ നിന്നുമാണ്.